നമ്മൾ ഗരുഡ ട്രക്സിൽ വന്നേക്കാം വീണ്ടും യാദൃശ്ചികമായിട്ട് വന്നപ്പോൾ കുറച്ച് പുതിയ വണ്ടികൾ ഇവിടെ വന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാണ്. ഒരു എയ്ച്ചറിൻ്റെ 2110 ഇതൊരു പുതിയ വണ്ടിയാണ്. കണ്ടിട്ടൊരു 17 അടി ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ സാനിച്ചാട്ട ഇവിടെ ഇല്ല, ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ല. യാദൃശ്ചികമായിട്ട് ഈ വഴി കടന്നു പോയപ്പോൾ എറണാകുളം വഴി കടന്നു പോയപ്പോൾ വണ്ടികൾ കണ്ടപ്പോൾ പുതിയ വണ്ടികൾ വന്നപ്പോൾ ഗരുഡ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഈ SMLൻ്റെ വണ്ടി ഒരെണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ പുതിയ വണ്ടി ഇപ്പോൾ വന്നേക്കുന്നത് ഈ ഭാരത് ബെൻസ്. ഇത് പുതിയൊരു വണ്ടിയാണ്. ഇത് 1014 സീരീസാണ്. ഇത് കണ്ടിട്ട് 20 അടി ഉണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടി കേട്ടോ. ഇത് വീൽ ബേസൊക്കെ ചെറിയ വീൽ ബേസുള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടി പുതിയതാണ്. പിന്നെ ഇത് ഈ കിടക്കണ കണ്ടെയ്നർ ഒരു 24 അടിയുടെ കണ്ടെയ്നറാന്ന് തോന്നുന്നു. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് ഈ വഴിക്ക് വന്നപ്പോൾ ഇവിടെ ഉള്ള വണ്ടികൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ എറണാകുളം പോയിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതോടെ. പിന്നെ ഈ ലോഡിങ്ങിൻ്റെ ഈ സൂമ് വന്നിട്ടുണ്ട്. കണ്ടെയ്നറാണ്. ഈ 1014 20 അടിയാട്ടാ വണ്ടി. ചെറിയ വീലാണ്, 8.4 ടയർ സൈസ്. 20 അടിക്ക് എന്തായാലും ഉണ്ടാവും. നല്ല വണ്ടിയാണ്. പിന്നെ അശോക് ലൈലാൻഡ് ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇത് 18 അടിയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള വണ്ടികളാണ്, നമ്മുടെ ഇതിലുണ്ടാവും. അതുപോലെ ഇവിടെ ഒരു ഭാരത് ബെൻസ് കിടക്കുന്നുണ്ട്, അതും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് വിളിക്കുക എല്ലാവരും. പിന്നെ ഈ വണ്ടി മുമ്പ് ചെയ്തിട്ടുണ്ട്, ഈ വണ്ടിയും. അപ്പോൾ കുറച്ച് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇനിയൊരു ജംബോൻ്റെ വണ്ടികൾ ഒരു 3 എണ്ണം വരാനുണ്ട്. അപ്പോൾ അത് വന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഒരൊക്കെ ഈ വഴി പോയപ്പോൾ കണ്ടപ്പോൾ ചെയ്തതാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി.